ഇത്രയും കാലം നമ്മൾ ജീവിച്ചിരുന്ന ഈ സാഹോദര്യവും അതുപോലെ തന്നെ ഇവിടെയുള്ള സൗഹൃദ അന്തരീക്ഷവുമെല്ലാം തകർക്കുന്ന രൂപത്തിൽ, മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവരോടും മറ്റുള്ളവർക്ക് മുസ്ലിങ്ങളോടും പകയും വിദ്വേഷവും ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പോലും അത്തരം കാര്യങ്ങൾക്ക് ഇന്ധനം കൊടുക്കുന്ന രൂപത്തിലേക്ക് അവരുടെ അജണ്ടകൾ മാറുമ്പോൾ അതിന് തിരുത്താൻ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സാധിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് യുക്തമായി നമ്മൾ വോട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ സമൂഹവും സമുദായവും നാടിൻ്റെ നല്ല അവസ്ഥയുമായിരിക്കണം നമ്മുടെ മനസ്സിലെ ഒന്നാമത്തെ പ്രയോറിറ്റി. നമ്മുടെ സമൂഹം ഇതുപോലെ നിലനിൽക്കണം, നമ്മുടെ സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, നാടിൻ്റെ നല്ല അവസ്ഥ നിലനിർത്തേണ്ടതുണ്ട്. ഈ കാര്യം ചിന്തിച്ചുകൊണ്ടായിരിക്കണം, അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടായിരിക്കണം, അതിന് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ വോട്ട്. അതിനപ്പുറത്ത് നമ്മുടെ വ്യക്തി താല്പര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളേതെങ്കിലും സംഘടനകളിൽ അംഗമായിട്ടുണ്ടെങ്കിൽ ആ സംഘടനകളുടെ താല്പര്യമോ അല്ല പ്രഥമ പരിഗണനയായി വരേണ്ടത്. അതെല്ലാം നമ്മുടെ പരിഗണനയിൽപ്പെട്ടത് തന്നെയാണ്. പക്ഷേ പ്രഥമ പരിഗണന നമ്മുടെ നാടിൻ്റെ നിർഭയത്വമുള്ള ഈ അന്തരീക്ഷം നിലനിർത്തുക എന്നുള്ളതും വർഗീയ വിദ്വേഷ ശക്തികൾ അധികാരത്തിലേക്ക് വരാതിരിക്കുക എന്നുള്ളതുമായിരിക്കണം. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അവർ മുസ്ലിം അപരവൽക്കരണത്തിലേക്ക് വീണുപോകാതിരിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമായി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് വോട്ടുകൾ ഭിന്നിക്കാതെ കൃത്യമായ യുക്തമായ രൂപത്തിൽ ആ വോട്ടുകൾ ഉപയോഗിക്കുവാൻ കൂടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ നിലക്ക് നമ്മുടെ നാടിൻ്റെ നല്ല അവസ്ഥ നിലനിർത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ.